നിങ്ങളുടെ എംപിമാരെ പഴം പുഴുങ്ങിയിരിക്കുകയാണ് കേന്ദ്രത്തിലെ. നിങ്ങളുടെ എംപിമാരുടെ വായിൽ എന്താ പഴം തുരുകിയിരിക്കുകയാണ്. അവിടെ മോദിയോട് ചോദിക്കാൻ എന്താ പ്രശ്നം? ഫ്ലാഷ് ബാക്ക്. PM ശ്രീ പദ്ധതി കേരളത്തിൽ ആവശ്യമില്ല ഇന്ന് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത രീതിയിൽ എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ ഖണ്ഡിതമായ അഭിപ്രായം. ഇവിടെ നേരത്തെ പറഞ്ഞു PM ശ്രീ പദ്ധതിയിലെ പാഠപുസ്തകത്തിൽ നിന്ന് സ്വാതന്ത്ര്യ സമര സേനാനികളെ നീക്കം ചെയ്യുന്നു എന്ന് പറഞ്ഞു. എത്ര ക്ലാസ് ഏത് ബുക്കിൽ നിന്ന് മാറ്റണം മുരളിയേട്ടൻ? അല്ലല്ല, ഒരു മിനിറ്റ്. ഇവിടെ മുരളിയേട്ടൻ അവിടെ ഗുജറാത്തിൽ മഴ പെയ്തപ്പോഴേക്കും ഇവിടെ പാവാട ബുക്കി നിൽക്കുകയാണ്. അത് എന്താണേ അറിഞ്ഞിട്ടില്ല. ഒരു മിനിറ്റ്, എന്താണേ അറിഞ്ഞിട്ടില്ല. ഏത് സ്വാതന്ത്ര്യ സമര നായകനെ മാറ്റുന്നോ, ഏത് ക്ലാസ്സിൽ മാറ്റുന്നോ, ഏത് ബുക്കിൽ മാറ്റുന്നോ അറിയില്ല. അത് അവർ പറയും. അപ്പോ ഇത് തന്നെയാണ് കാലങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇതൊന്നും അന്തം കമ്പികളല്ല. ഇവരൊക്കെ അരിയാഹാരം കഴിക്കുന്നവരാ. മോദി തരാനുണ്ട് എന്ന് പറയണമെങ്കിൽ എന്ത് തേങ്ങ നിങ്ങൾക്ക് തരാനില്ല? ഒരു ചുക്കും തരാനില്ല. തരാനുള്ളത് മുഴുവൻ വാങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആകെ കടം വാങ്ങണം. നിങ്ങൾക്ക് കടം വാങ്ങണം. ഇതിലും ഭേദം ഒരു പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് ആ പിണറായിയോട് തെണ്ടാൻ പറഞ്ഞൂടെ? ഇതിലും ഭേദം പിച്ചച്ചട്ടി എടുത്ത് ആ പിണറായിയോട് തെണ്ടാൻ പറഞ്ഞൂടെ നിങ്ങൾക്ക്? ഇത് കവല പ്രസംഗമല്ല. കേന്ദ്രം തരാത്ത പൈസയെ കുറിച്ചുണ്ടെങ്കിൽ നിങ്ങളുടെ 2 മരവാടകളെ എന്തിനാണ് പാർലമെന്റിൽ അയച്ചിരിക്കുന്നത്? ബ്രിട്ടാസ് മരവാട എന്തിനാ അയച്ചിരിക്കുന്നത്? ഇവിടെ നിങ്ങളുടെ എംപിമാരെ പഴം പുഴുങ്ങിയിരിക്കുകയാണ് കേന്ദ്രത്തിലെ. നിങ്ങളുടെ എംപിമാരുടെ വായിൽ എന്താ പഴം തുരുകിയിരിക്കുകയാണ്. അവിടെ മോദിയോട് ചോദിക്കാൻ എന്താ പ്രശ്നം? RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാം?